അടുത്ത പ്രാവശ്യം വരാന്ന് പറ. എന്താ അടക്കട്ടെ. പ്രവാസത്തിലെ ഏറ്റവും വലിയ പ്രയാസം തിരിച്ചു പോകുന്നത്. എല്ലാരും തിരിച്ചു പോകാൻ പോവാണ്. ചിരിക്കുന്നുണ്ടെങ്കിൽ നല്ല വിഷമമുണ്ട്. തിരിച്ചു പോകുമ്പോ വല്ലാത്തൊരു വിഷമമാണ്. പ്രത്യേകിച്ച് ഏവേ എല്ലാവർക്കും മിസ് ചെയ്യും. അവരുടെയൊക്കെ കരച്ചിൽ കാണുമ്പോൾ ഞങ്ങൾക്ക് വിഷമം, ഭയങ്കര വിഷമമാണ്. അപ്പം കേരള ടു ഫിൻലാൻഡ് പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോകാനുള്ള സമയമായത് പാക്കിങ് തുടങ്ങിയിട്ടുണ്ട്. ശാരി ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ഡ്രസ്സുകളാണെന്ന് തോന്നല്ലേ. കണ്ടമാന ഡ്രസ്സ് വാങ്ങിച്ചപ്പോണ്ട്. ഇൻഡോറിൽ നിന്ന് വാങ്ങിച്ച്, ഇവിടെ നിന്ന് വാങ്ങിച്ച്, ഇഷ്ടം പോലെ ഡ്രസ്സുകളാണ്. ഏറ്റവും കൂടുതൽ വാങ്ങിച്ചേക്കുന്ന ഏവമോടെ ഡ്രസ്സാണ്. ഏവയ്ക്ക് ഇഷ്ടം പോലെ ഡ്രസ്സ് വേണം. ഒന്നും കൊണ്ടുവന്നില്ല, ഒന്നും ഈ ഡ്രസ്സ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൈസ മുടക്കുന്നത് ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയാണ്. അവിടെ അല്ലേ ഒരു ചെറിയൊരു ജോഡി വാങ്ങിക്കണമെങ്കിൽ മിനിമം ഒരു 30 യൂറോ ആവും അല്ലേ. 30 യൂറോ ഇവിടെ എത്ര സാധനം വാങ്ങിക്കാം. ഇത് ഏവക്കൊട്ട ഇങ്ങനെ ഓടി നടക്കുകയാണ്. അപ്പാപ്പൂൻ്റെ അമ്മയുടെ കൂടെ കളിക്കുവാണ്. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എല്ലാം പാക്ക് ചെയ്യാം. പിന്നെ ഞാനാണെങ്കിൽ കുറച്ച് ടൂൾസൊക്കെ വാങ്ങിച്ചേപ്പുണ്ട്. ഇതേ നോക്ക്, എനിക്ക് വേണ്ടിയിട്ട് കുറച്ച്, ഞാൻ വേറെ സാധനവും വാങ്ങിച്ചില്ല. എനിക്ക് വേണ്ട കുറച്ച് ടൂൾസും കാര്യങ്ങളും അതും ഇതുമൊക്കെ വാങ്ങിച്ചേക്കുന്നത്. അതെ, വെക്കാം. ഏവക്കൊട്ടൻ്റെ ഏറ്റവും കൂടുതൽ ഡ്രസ്സ്. അപ്പോൾ നമ്മൾ നാട്ടിലെത്തി ആദ്യത്തെ കുറച്ച് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എൻജോയ്മെൻറ്റ് മൂഡൊക്കെ ആയിരിക്കും. പിന്നെ ആ തിരിച്ചു പോകാനുള്ള സമയമായി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഭയങ്കര തിരക്കാണ്. ഷോപ്പിങ്, കാര്യങ്ങൾ, പാക്കിങ് ഒക്കെ നമ്മൾ തുടങ്ങി വെക്കും. അപ്പോൾ കുറേശ്ശെ നമ്മൾ പാക്കിങ് ചെയ്യുകയും ചെയ്യും. പിന്നെയും ഷോപ്പ് ചെയ്ത് ഓരോരോ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കും. എന്നാലല്ലേ നമുക്ക് തൂക്കി നോക്കുമ്പോൾ നമുക്ക് എത്ര കിലോയാണ് കൊണ്ടുപോകാൻ പറ്റുന്നത്. അത്രയും ആയിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെയും ഷോപ്പിംഗ് ചെയ്ത് സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, അതായത് സ്ലൈഡും ക്ലിപ്പിനും ഒക്കെ അവിടെ നല്ല വിലയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആവശ്യത്തിന് വാങ്ങിക്കൊണ്ടാണ് പോകുന്നത്. ഈ ചേട്ടൻ്റെ ഷോപ്പിൽ നിന്നാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ട പാത്രങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് കിടിമാറ കടയിൽ നിന്നാണ്. എപ്പോൾ വന്നാലും നമ്മൾ ഇവിടുന്ന് തന്നെയാണ് വാങ്ങുന്നത്. തിരിച്ചു പോകുന്ന വഴി ഒരു പഞ്ചാര മുട്ടായി വാങ്ങിച്ചിട്ടുണ്ട്. നെസ്റ്റാൾജിയ തോന്നുന്ന ഐറ്റംസ് ഒക്കെ നമ്മളിങ്ങനെ വാങ്ങിച്ച് കഴിക്കും. പിന്നെ ആവശ്യത്തിന് സർബത്തും കുടിക്കും. ഇതൊരു വെറൈറ്റിയാണ്, ഫ്രൂട്ട് സർബത്ത്. അപ്പോൾ അത് ഞങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് പഴുത്ത് കിട്ടാൻ വേണ്ടി അമ്മ വെട്ടിവെച്ച കൊലയാണ്. അപ്പോൾ അത് പഴുക്കാത്തതുകൊണ്ട് കുഴിച്ച് നമ്മളതിൽ പുകയൊക്കെ കൊടുത്ത് പഴുപ്പിച്ചെടുത്ത് ഏവക്കുട്ടൻ എന്താ പറഞ്ഞാൽ കഴിച്ച്. പിന്നെ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കായൽമീൻ കഴിക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ വന്നിട്ടുള്ള വെട്ടത്തുകടവിലാണ്. ഇവിടെ വന്നിട്ട് എല്ലാ കൊല്ലം നമ്മൾ ലേലം പിടിച്ച് ഒരുപാട് മീനൊക്കെ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് കരിമീനും കൊഞ്ചും ഞണ്ടും ഒക്കെ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട്. ലേലം വിളിച്ചിങ്ങനെ മീൻ വാങ്ങിക്കുന്നത് നല്ല അടിപൊളി ഒരു സംഭവമാണ്. വിനോദിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും ഇവിടെ ഇങ്ങനെ വരുന്നത്. അങ്ങനെ നമ്മൾ മീനൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തിയപ്പോൾ ഏവക്കുട്ടന് അമ്മമ്മ ബ്രൂട്ടീഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ഏവക്കുട്ടന് ബ്രൂട്ടീഷന്മാരുടെ ബഹളമാണ്. അച്ഛമ്മയും അമ്മമ്മയും ചേച്ചിമാരും എല്ലാവരും ഏവക്കുട്ടനെ ഇങ്ങനെ നല്ല രീതിയിൽ കൺമഷിയൊക്കെ എഴുതി ഒരുക്കി കൊടുക്കാറുണ്ട്. നമ്മളോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏവക്കുട്ടനെ ഇങ്ങനെ മഷിയൊക്കെ എഴുതി കാണണമെന്ന്. അവിടെ നമുക്ക് ഇങ്ങനത്തെ സ്റ്റൈലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് നമ്മളതൊന്നും ചെയ്യാത്തത്. പക്ഷെ നാട്ടിൽ വന്നു കഴിയുമ്പോൾ അവരുടെയൊക്കെ ഇഷ്ടത്തിന് അവളെ അങ്ങനെ ഒരുക്കി എടുക്കാറുണ്ട്. എവിടെ പോവാ വച്ചാ? സഞ്ചാരത്തിന് പോവാണോ? എന്നാ പോയിട്ട് വേഗം വാ കേട്ടോ. ടാറ്റാ. അടുത്ത വീട്ടിലൊരു സഞ്ചാരം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മമ്മ പോകുമ്പോൾ ഏവക്കുട്ടനും അമ്മമ്മയുടെ കൂടെ പോയിട്ട് വന്നതാണ്. ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് മീൻ പിടിക്കാൻ പറ്റിയില്ല എന്നൊരു വിഷമം ഉണ്ടായിരുന്നു വിനോദിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് പലനയാറ്റിൽ ചൂണ്ടയിടാൻ വേണ്ടി വന്നതാണ്. പക്ഷേ നല്ല മഴക്കാറും കാറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചൂണ്ട ഇങ്ങനെ കൊത്തിക്കൊണ്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു. അക്കരെ നിന്ന് ഇക്കരയിലോട്ട് ഏവക്കുട്ടൻ്റെ അപ്പാപ്പുമാണ് കടത്ത് കയറി വരുന്നത്. ഇവിടെ ഞങ്ങൾക്കൊരു തൂക്കുപാലമൊക്കെ ഉണ്ട്. പക്ഷേ അതാണെന്നുണ്ടെങ്കിൽ ഫുള്ള് തുരുമ്പടിച്ച് പോയതുകൊണ്ട് ഇപ്പോൾ തുരുമ്പുപാലം എന്നാണ് അറിയപ്പെടുന്നത്. അതിലാർക്കും കയറാനോ ഉപയോഗിക്കാനോ ഒന്നും പറ്റത്തില്ല. അങ്ങനെ ചൂണ്ടയിട്ട് മീൻ കിട്ടാത്ത ആ ഒരു വിഷമം തീർക്കാനായിട്ട് നമ്മളൊരു മന്തി കഴിക്കാൻ വന്നതാണ്. അതും വെറും മന്തിയല്ല, നല്ല ജെല്ലിക്കെട്ട് മന്തി. ചിക്കനും ബീഫും ഉണ്ട്. നമ്മളപ്പോൾ ചിക്കനാണ് വാങ്ങിയിട്ടുള്ളത്. നല്ല മന്തിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു ഗ്രേവിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഈ കൊല്ലം നാട്ടിൽ വന്നിട്ട് ഒരുപാട് അങ്ങോട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ നമുക്ക് പറ്റിയില്ലെന്നാണ് തോന്നുന്നത്. കാരണം കൂടുതൽ സമയം വീട്ടിൽ തന്നെ ഹോംലി മീലായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ജെല്ലിക്കെട്ട് മന്തിയൊക്കെ കഴിച്ചു. വിനോദിന് ഭയങ്കര ക്ഷീണം. അപ്പോൾ അളിയനാണ് ഡ്രൈവ് ചെയ്യുന്നത്. ക്ഷീണം മാത്രമല്ല, പോകുന്നൊരു വിഷമം കൂടെ ഉണ്ടെന്നാണ് വിനോദ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ പോയിട്ട് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. ഇവിടെ ഏവക്കുട്ടൻ ഇപ്പം അപ്പാപ്പൂന് ബ്രൂട്ടീഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ടിന്ന് പൗഡറും മുഴുവൻ എടുത്ത് അപ്പാപ്പൂന്റെ മുഖത്തും മേത്തും ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. സൂപ്പറാണോ? അപ്പൊ പലനയാറ്റി ചൂണ്ടയിട്ടിട്ട് മീൻ കിട്ടാത്തതിന്റെ വിഷമം വിനോദ വീടിന്റെ വാതിക്കലുള്ള തോട്ടിന്ന് ഒരു ചെമ്പല്ലിയെ പിടിച്ചങ്ങ് തീർത്തിട്ടുണ്ട്. മീമി കണ്ടോടി? ഒരെണ്ണോ അല്ല, ഒരു 6 എണ്ണമെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ വാതിക്കലുള്ള തോടല്ല, ഒരു ചെറിയ കണ്ടമാണ്. അപ്പം നമ്മൾ ചോറൊക്കെ ഇണ്ടിട്ട് കുറച്ച് ബാക്കി വരുന്നതൊക്കെ അവിടോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇതുങ്ങൾ കഴിക്കാനായിട്ട് ഇങ്ങനെ വരും. അങ്ങനെ ഒരുപാടുണ്ട് അവിടെ. അപ്പം നമ്മൾ എപ്പോൾ പോയാലും പിടിക്കും. കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചിട്ടുണ്ടായിരുന്നു, ഈ പ്രാവശ്യം കിട്ടി. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ കൊപ്ര എല്ലാം ഉണക്കി എടുത്തിട്ടുണ്ട്. അതിന് കൊണ്ടുപോയി ആട്ടിച്ച് വെളിച്ചെണ്ണയാക്കണം. അപ്പോൾ പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും ചെറുതാക്കി അരിയേണ്ട കാര്യമുണ്ടോ എന്ന്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞത്. കാരണം വീട്ടിൽ പ്രായമായ വയ്യാതിരിക്കുന്ന
പേരൻസ് ഒക്കെ ആണല്ലോ. അപ്പോൾ അവർക്ക് ഇതൊന്നും ചെയ്യാനും കൊണ്ടുപോകാനും ആട്ടിക്കാനും ഒന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മളുള്ള സമയത്ത് നമുക്കിതൊക്കെ ചെയ്യുകയും വേണം, നമ്മുടെ കാര്യങ്ങളും ചെയ്യണം. അതുകൊണ്ടാണ് ചെറുതായിട്ട് അരിഞ്ഞ് ഉണക്കിയത് നമ്മൾ ആട്ടിച്ചെടുത്ത് നമുക്ക് 15 ലിറ്റർ വെളിച്ചെണ്ണയാണ് കിട്ടിയത്. അപ്പോൾ വീട്ടുകാർക്ക് ഇത് ഒരുപാട് നാൾ ഉപയോഗിക്കാനുണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ പറമ്പും കാര്യങ്ങളും ഒക്കെ ഇവിടെ എല്ലാം നല്ല രീതിയിൽ കാട് പിടിച്ച് കിടക്കുകയാണ്. ആർക്കും കിളയ്ക്കാനോ നോക്കാനോ ഒന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ വരുന്ന സമയത്താണ് ഇതുപോലെ ഇതൊക്കെ ചെയ്യിക്കുന്നത്. അപ്പോൾ പറമ്പിൽ വേണ്ടാതെന്ന മരങ്ങളൊക്കെ നമ്മൾ അതിഥി തൊഴിലാളികളെ വെച്ചിട്ട് വെട്ടിച്ച് മാറ്റി വെപ്പിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഏവക്കൂടന്റെ മേൽനോട്ടത്തിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ മരങ്ങളെല്ലാം ഇനി കീറിയെടുക്കണം. രാവിലെ ഇന്നലെ നമ്മൾ വെട്ടിയ വിറകൊക്കെ കീറാനായിട്ട് ബയ്യ വന്നിട്ടുണ്ട്. വിറക് കീറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ വീട്ടിൽ ചോറ് വെക്കാനും വെള്ളം തിളപ്പിക്കാനുമായിട്ട് കൂടുതലും ഉപയോഗിക്കുന്നത് വിറകടുപ്പ് തന്നെയാണ്. അപ്പൊ നമ്മുടെ പറമ്പിൽ തന്നെ ഉപയോഗമില്ലാത്ത മരങ്ങളെല്ലാം നമ്മൾ വെട്ടിച്ച് ഇവരെ കൊണ്ട് ഇങ്ങനെ കീറി വെക്കുമ്പോൾ വീട്ടുകാർക്ക് കുറേ നാളത്തേക്ക് വിറകിന് ക്ഷാമം ഉണ്ടാകത്തില്ല. അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് നമുക്കിനി ഈ പറമ്പെല്ലാം നല്ല രീതിയിലൊന്ന് കിളച്ച് തെങ്ങിനൊക്കെ തടവെടുത്ത് വളമൊക്കെ ഇടിയിച്ചിട്ട് വേണം പോവാനായിട്ട്. അങ്ങനെ നമ്മുടെ പറമ്പെല്ലാം കിളച്ച് വൃത്തിയാക്കി തന്ന ചന്ദ്രണ്ണനും ടീമിനും ഞങ്ങളുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മധുരമുണ്ടോ? മധുരം ഉണ്ടെന്ന് തോന്നുന്നു. അതാ നിർത്താതെ അങ്ങ് കുടിച്ചോണ്ടിരിക്കും. ഇഷ്ടപ്പെട്ടോ? അതെ, കരിക്ക് വെട്ടി തന്നെയാന്ന് ഓർക്കണം. സൂപ്പറാ. പറമ്പ് വൃത്തിയാക്കലും കഴിഞ്ഞു, വിറകീറലും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. നന്ദി, വീണ്ടും വരിക. അങ്ങനെ വീട്ടുകാർക്ക് കുറെ നാൾ അരയ്ക്കാനുള്ള തേങ്ങയും ഒക്കെ നമ്മൾ ഇടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് അമ്പലത്തിൽ പോക്ക്. അങ്ങനെ നമ്മൾ വിനോദിന്റെ കുടുംബ അമ്പലത്തിൽ വന്നിരിക്കുകയാണ്. എല്ലാ വർഷവും നമ്മൾ വെക്കേഷൻ വരുന്ന സമയത്ത് ഇവിടേക്ക് ഒരു വട്ടം വരുന്നതാണ്. അപ്പം ഇവിടെ ആണെന്നുണ്ടെങ്കിൽ വിനോദിന്റെ ഒരുപാട് റിലേറ്റീവ്സ് താമസിക്കുന്നുണ്ട്. വിനോദിന്റെയൊക്കെ ഒരു കുഞ്ഞമ്മ ഫാമിലിയാണ് ഈ അമ്പലമൊക്കെ നോക്കി നടത്തുന്നത്. ഇവിടോട്ട് വരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവരൊക്കെ കുഞ്ഞമ്മയുടെ ഫ്രണ്ട്സ് ആണ്. ഹലോ, എപ്പോഴാ പോന്നെ? കേട്ടില്ല ഉമ്മ എന്തോ പറഞ്ഞേ? അയ്യോ, അവരൊക്കെ എന്തോ, അവരൊക്കെ കുടുംബക്കാരല്ലേ, വീട്ടുകാർ തന്നല്ലേ. ആ, അത്രേ ഉള്ളു. എന്താ പറയാ, ആണോ? ഏതൊക്കെ വീഡിയോ കാണുന്നേ? പറയണോ? കാണോ? എല്ലാ വീഡിയോ കാണും. ഇഗ്ലൂന്റെ വീഡിയോ കണ്ടോ? വാനിന്റെ വീഡിയോ കണ്ടോ? അല്ല, പിള്ളേരെല്ലാം ഏറ്റവും കൂടുതൽ ആദ്യം കാണുന്ന ഇഗ്ലൂന്റെ വീഡിയോ, വാനിന്റെ വീഡിയോ. അതാ കാണുന്നത്. ഇയാളോ ഏതാ കാണുന്നേ? നല്ല രസമുണ്ട് കേട്ടോ ഉടുപ്പ് കാണാൻ. കഷന്റെയോ? ഞങ്ങളെ മുട്ടയടിച്ചതാ. മുട്ടയടിപ്പിച്ചതാ ഞങ്ങള്. കാണിക്കാം. പോവാണോ? കണ്ടില്ലേ, ജാതി മതങ്ങൾക്കൊക്കെ അതീതമായിട്ട് എന്തൊരു സ്നേഹമാണെന്നറിയാമോ. ഇവിടെ എല്ലാവരും മനുഷ്യരായിട്ടാണ് എല്ലാവരെയും കാണുന്നത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ അജിത കുഞ്ഞമ്മയാണെന്നുണ്ടെങ്കിൽ എല്ലാവരോടും നല്ല സ്നേഹമാണ്. ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെ എത്ര വന്നാലും മതിയാവത്തില്ല. കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം കുഞ്ഞമ്മയാണെന്നുണ്ടെങ്കിൽ ചെറിയ ഡിപ്രഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അത് കണ്ടിട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ ഇതാ ഇവരുടെയൊക്കെ സപ്പോർട്ടുണ്ടല്ലോ. ഈ ആൾക്കാരെല്ലാവരും കുഞ്ഞമ്മയെ അത്രയേറെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പുള്ളിക്കാർ ഇന്ന് നല്ല ഹാപ്പി ആയിട്ട് ഞങ്ങൾക്ക് വെച്ച് വിളമ്പിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നത്. കരിമീൻ വറക്കുന്നു, ചിക്കൻ കറി വെച്ച് വെച്ചിരിക്കുന്നു, അയിലക്കറി, കപ്പ കുഴച്ചത്, ചോറ്, വെണ്ടക്കറി, കത്തിക്കറി, വെണ്ടക്കറി, സാമ്പാർ. അതെ, ഓരോരുത്തർ ഇവിടെ പോളിങ് തുടങ്ങിയിട്ടുണ്ട്. വാരി ഒട്ടിച്ചത്. നല്ല സോഫ്റ്റ് ദോശ. പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നു, അമ്പലത്തിൽ വിളക്ക് വെച്ചു. അപ്പൊ നമുക്കിനി ഇവിടുന്ന് പോകാൻ സമയമായി. ഇനി അടുത്ത കൊല്ലം വെക്കേഷൻ വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരാം. ഇനിയിപ്പോൾ വീട്ടിൽ ചെല്ലുക, പാക്കിങ് കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി പോകാനുള്ള സമയമായിട്ടുണ്ട്. എല്ലാം ശരിക്കും വിഷമമുണ്ട് എല്ലാവർക്കും, എന്നാലും പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇതാ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. നമ്മുടെ പെട്ടിയും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് നമ്മൾ പാക്ക് ചെയ്തതെല്ലാം നമ്മുടെ വണ്ടിയിലേക്ക് കൊണ്ടുവെക്കാൻ പോവാണ്. നാട്ടിലേക്ക് വരുന്നതും പോകുന്നതും ശരിക്കും ഞങ്ങൾക്ക് വലിയ കഷ്ടപ്പാട് തന്നെയാണ്. കാരണം കാറ്, ഒരു വണ്ടി പോലും ഇങ്ങോട്ട് കയറി വരത്തില്ല. ശരിക്കും സ്കൂട്ടർ പോലും ഞങ്ങൾക്കൊന്നും ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആരൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഫിൻലൻഡിലും കാട്ടിലാണ്, ഇവിടെയും കാട്ടിലാണോ താമസിക്കുന്നതെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾ കാട്ടിലാണെങ്കിൽ റോഡ് സൗകര്യമുണ്ട്, ഇവിടെ റോഡ് ഉണ്ടായിട്ട് യാതൊരു സൗകര്യവും ഇല്ല. പറയുമ്പോൾ വീടിൻ്റെ വാതിക്കൽ വരെ പഞ്ചായത്ത് റോഡ് ഉണ്ടെന്ന് പറയാമെങ്കിലും 3-4 വർഷം
വർഷമായിട്ട് ഒരു മെയിൻ്റെനൻസും ഇല്ലാതെ ഇതിങ്ങനെ തകർന്ന് കിടക്കുവാണ്. നാട്ടിലേക്ക് വരുന്ന സമയത്തും പോകുന്ന സമയത്ത് രാത്രിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ലഗേജ് ഒക്കെ എടുത്ത് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടാണ് കാർ ഇടുന്നിടത്ത് വരെ കൊണ്ടുപോകുന്നത്. പ്രായമായ പേരൻസിനൊക്കെ ഒന്ന് വയ്യാതെ വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടി പോലും കയറി വരത്തില്ല എന്നുള്ളത് ശരിക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത കൊല്ലം നാട്ടിൽ വരാൻ പ്ലാൻ ഇടുമ്പോൾ റോഡ് ശരിയായില്ലെങ്കിൽ ഞാൻ നാട്ടിലേക്കില്ലെന്ന് വിനോദിനോട് നേരത്തെ പറഞ്ഞു. കാരണം എനിക്ക് പെട്ടിച്ചിമ്മാൻ വയ്യ. അത് മാത്രമല്ല 3-4 വട്ടം രാത്രിയിൽ അതിലേ വന്നപ്പോൾ ആ സൈഡിലുള്ള തോട്ടിലേക്ക് വീഴണ്ടേവായിരുന്നു. അത്രയ്ക്ക് ദയനീയമാണ് റോഡിന്റെ അവസ്ഥ. പിന്നെ നമ്മുടെ പേരൻസിനെയും കാണാനും നമുക്ക് നാട്ടിലേക്ക് വരാനുള്ള ആഗ്രഹമൊക്കെ കൊണ്ടാണ് നമ്മൾ എല്ലാ കൊല്ലവും ഇങ്ങനെ വരുന്നത്. കാരണം നമുക്ക് വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ പഞ്ചായത്തിന്റെ റോഡിന്റെ അവസ്ഥയാണ് നമ്മുടെ നാട്ടിലെ. എല്ലാവരും പറഞ്ഞു അതെ, ഭയങ്കര മടിയാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ തന്നെ, ഈ ഒരൊറ്റ കാര്യം കൊണ്ട്. എന്ത് ചെയ്യാനാ, എന്തെങ്കിലും ശരിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, അതോടെ വെക്ക്. എന്തായാലും ഒരു മാസം പോയത് അങ്ങ് പോയി. അപ്പം രാവിലെ മുതൽ നല്ല മഴയാണ്. നമ്മൾ മഴയൊന്ന് കുറഞ്ഞപ്പോഴാണ് നമ്മുടെ പെട്ടികളെല്ലാം കൊണ്ട് വണ്ടിയിൽ വെച്ചത്. ഇനിയിപ്പോൾ നമുക്ക് ടെൻഷനൊന്നുമില്ല. ഒരു 10-12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങിയാൽ മതി. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കുളിച്ചെല്ലാം റെഡിയായി. ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് ഇറങ്ങാനായിട്ട്. അങ്ങനെ ദാ നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. പെട്ടിയെല്ലാം കൊണ്ടുവച്ചു, വന്നു, കുളിച്ചു, റെഡിയായി. അതെ, മുടിയൊക്കെ തലയിൽ മുട്ട അടിച്ചു. മുട്ടയായിരുന്നു, പിന്നെ ഒന്ന് ഷേവ് ചെയ്തു. അതെ, പോകുന്നതിന് ചെറിയ വിഷമമുണ്ട്. പൊട്ടൻ്റെ കാര്യമാണ്. പോകുമ്പോൾ എല്ലാവർക്കും വിഷമമുണ്ടല്ലോ, വിഷമം നമുക്കുണ്ട്. പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എല്ലാം പാക്ക് ചെയ്ത് സെറ്റായി. ഈ ഒരേ ഒരു ബാഗും കൂടി ഉള്ളു നമുക്ക് കൊണ്ടുപോകാൻ. ബാക്കിയെല്ലാം കവറിൽ കൊണ്ട് വെച്ച് വെക്കുക. അപ്പോൾ ആഹാരം കഴിക്കാം. ആഹാരം കഴിച്ചിട്ട് ഇറങ്ങാം. കുറച്ച് നേരത്തെ ഇറങ്ങാം. ഭയങ്കര മഴയാണ് ഇന്ന്. അപ്പോൾ നേരത്തെ ഇറങ്ങുന്നതായിരിക്കും സേഫ്. ഏകദേശം ഒരു 4-5 മണിക്കൂർ, 4 മണിക്കൂർ എന്തായാലും വേണം. നമ്മളൊരു 5 മണിക്കൂർ അങ്ങനെ കരുതിയാണ്. എവിടെയെങ്കിലും ട്രാഫിക്കിൽ പെട്ടുപോകുമോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ? ശരിയപ്പോ പോയിട്ടോ ചേച്ചി, ഞങ്ങള് അങ്ങോട്ട് വാ. എന്തിനാ കാര്യമില്ല. ശരി, അറിയാതെ പോന്നാ കോട്ടയാണോ? വേണ്ട, കരയണ്ട. പോയിട്ട് വരത്തമ്മ. അടക്കട്ടെ. പൊക്കോ, മഴ നനയുണ്ടോ? പൊക്കോ. പോനാ. അപ്പോൾ എല്ലാവരും നല്ല വിഷമത്തിലാണ്. ഏവക്കുട്ടനാണെന്നുണ്ടെങ്കിൽ കാര്യമൊന്നും അറിയത്തില്ല. അവളെല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് അറിയില്ലല്ലോ, ഇപ്പം തിരിച്ചറിവായിട്ടില്ല. അവരോട് യാത്ര പറഞ്ഞ് ഇറങ്ങി. ഇനിയിപ്പോൾ ഞങ്ങൾ അമ്മൂമ്മയെ കണ്ട് അമ്മൂമ്മയോടും മാമച്ചിയോടും യാത്ര പറയും. അപ്പൂപ്പ ഇല്ല, അപ്പൂപ്പ മുങ്ങിയതാണ്. അപ്പൂപ്പയ്ക്ക് സങ്കടമായതുകൊണ്ട് ഭയങ്കര വിഷമം. അപ്പൂപ്പൻ ഇന്നലെ തൊട്ട് സങ്കടമായിരുന്നു. നമ്മള് പോകുമ്പോ ശരിക്കും അവർക്ക് ഫീൽ ആവത്തില്ല. അതെ, അത് കാണാതിരിക്കാൻ വേണ്ടി മാറിയിരിക്കും. അവരുടെ ഹൃദയത്തിന് അത്ര കട്ടിയേ ഉള്ളൂ. എന്താ ചെയ്യാൻ, ഭയങ്കര വിഷമമാണ്. വരും, നമുക്കറിയാം എന്നാലും അല്ലേ. അതെ, എന്റെ വീട്ടിലാണെങ്കിൽ അവർക്ക് ആകെ ഉള്ള ഒരേ ഒരു കൊച്ചുമോളല്ലേ, അപ്പൊ അവർക്ക് ഭയങ്കര വിഷമമാണ്. ഇവിടെ എന്തോ ഫീസിലടിക്കോ കുഞ്ഞു? അതവിടെ കിട്ടി, ആരോ കൊടുത്തേ. ഈസിലി ഇവിടെ വെച്ചിട്ട് പോകും, അല്ലെങ്കിൽ എയർപോർട്ടിൽ ചെല്ലുമ്പോ ഞങ്ങളെ പിടിച്ചു പോകും. നമുക്ക് വീട്ടിലേക്ക് പോവുകയാണ്. ഏവക്കുട്ടൻ എല്ലാരോടും യാത്ര പറയും. ചായ വെച്ചോ, കട്ടൻ വെച്ചോ അമ്മേ? അമ്മയുടെ ഒരു കട്ടനും കൂടെ കുടിച്ചോണ്ട് പോവാ അല്ലേ? കിളിക്കുട്ടന്മാരെ ടാറ്റ. എല്ലാരും ഇങ്ങനെ കുറുങ്ങിക്കൂടി ഇരിക്കുക, മഴയൊക്കെ പിടിച്ച്. ഏവക്കുട്ടന്റെ പൂച്ചക്കുട്ടി നോക്കിക്കോ, കൂട്ടുകാരി. അതോ ദേ വരുന്നു കൂടെ, ടുട്ടു വരുന്നുണ്ട്. ടുട്ടുനെ കൊണ്ടുപോവാ. പില്ലാണ്ടി പോവാൻ വരുന്നോ? മ്യാവ്. വരുന്നെന്ന്. അടുത്ത ഓണത്തിന് വഴിയിലൂടെ പോകുന്നവരോടും വരുന്നവരോടും ഒക്കെ വർത്താനം പറഞ്ഞ് ഏവക്കുട്ടൻ ഈ വാതുക്കൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഇനി ഇവിടെ ഒരു അനക്കവും ഉണ്ടാവില്ല. അമ്മാമ്മ അതേ ചന്ദനമൊക്കെ അമ്പലത്തിൽ പോയിട്ട് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുന്നു കുഞ്ഞിന്.
മറ്റേന്നാ രാവിലെ അല്ലേ? അങ്ങനെ അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ചൂട് കട്ടനൊക്കെ വാങ്ങിച്ചു കുടിച്ച് ഇത് അമ്മയാണെന്നുണ്ടെങ്കിൽ ഏവക്കുട്ടനെ താഴെ വെക്കാതെ കൊണ്ടു നടക്കാണ്. നല്ല വിഷമമുണ്ട്. അമ്മമ്മക്ക് അടുത്തല്ലോ. ശരി അപ്പൊ എല്ലാരും കരയാണ്. അപ്പാപ്പൂന് വിഷമമാണ്. ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പാപ്പു. അപ്പൊ പുള്ളിക്കാരന് ഞങ്ങൾ പോകുന്ന കാണാനുള്ള ഒരു ഇതില്ലാത്ത കൊണ്ട് മാറി നിന്നെയാണ്. ബോസ് അപ്പൊ അമ്മാമ്മയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയും കൊണ്ട് നമ്മൾ പോവാണ്. എത്ര ഡാറ്റ കൊടുത്തിട്ട് മതിയാവുന്നില്ല. ക്ലാസ് തുറന്നു പിന്നെ തുറക്കാം. അവിടെ തുറന്നില്ല. അമ്മാമ്മയുടെ കയ്യിൽ ഒരു എടുത്തു. ചെരുപ്പില്ലാത്ത അപ്പൂപ്പൻ വരുന്നു. പോവാ. ശരി ടാറ്റ കൊടു. ശരി ശരി. അതെന്നെ അമ്മയുടെ ചിറ്റപ്പനായിരുന്നു. പുള്ളിക്കാരൻ ജനിച്ചിട്ട് ഇന്ന് വരെ ചെരുപ്പ് ഉപയോഗിച്ചിട്ടില്ല. ഏവക്കുട്ടൻ എപ്പോഴും ചോദിക്കും അപ്പൂപ്പൻ എന്താ ചെരുപ്പിടാത്തെന്ന്. വരുമ്പോ ഒരു സന്തോഷമില്ല. തിരിച്ചു പോകുമ്പോ മൈൻഡ് ഭയങ്കര ഹെവി ആയിരിക്കും. അതാണ് നമ്മൾ വരുമ്പോ നമ്മൾ എത്ര ദുരിതം സഹിച്ചു വേണേലും വരാം. എത്ര നേരം വെയിറ്റ് ചെയ്താണെങ്കിലും എത്ര വണ്ടി ഓടിച്ചാണെങ്കിലും ഒക്കെ വരാം. കാരണം നമുക്ക് അത്ര സന്തോഷമുണ്ട്. നമ്മൾ ഈ നാട്ടിൽ വരാൻ പോവാണ്, വീട്ടുകാരോടെ സ്പെൻഡ് ചെയ്യാൻ പോവാണ്. പക്ഷെ തിരിച്ചു പോകുമ്പോൾ ആ വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് ഈ ഇപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ ഫാമിലി ആയിട്ടല്ലേ, ഇപ്പൊ ഞാനുണ്ട്, ഷാരിയുണ്ട്, കുഞ്ഞുണ്ട്. പക്ഷെ ഈ ഗൾഫിലൊക്കെ നിൽക്കുന്ന പ്രവാസികളൊക്കെ അല്ലേ, ഭാര്യ മക്കളെയൊക്കെ ഇട്ടിട്ടൊക്കെ പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ഒരു ഇതാണ്. നമ്മുടെ മക്കളുടെയൊക്കെ വളർച്ചയൊന്നും കാണാൻ പറ്റാതില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് അല്ലെ, അത് വലിയൊരു കഷ്ടം തന്നെയാണ്. നമ്മൾ ഒന്നിച്ചതിന് ശേഷമാണ് ഒരു കുഞ്ഞിനെ തന്നെ പ്ലാൻ ചെയ്യുന്നത്. അതെ, അല്ലെങ്കിൽ അത് ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതാണ് ഞങ്ങള് എല്ലാം താമസിച്ച് ചെയ്യുന്നത്. പക്ഷെ ഏവക്കൂട്ടം പെട്ടെന്ന് ഇതങ്ങ് മറന്നു പോകും. നമ്മുടെ മൈൻഡ് ഒന്ന് സെറ്റ് ആണ്. ഇനി മിനിമം ഒരാഴ്ചയെങ്കിലും എടുക്കും അല്ലേ. അവിടെ പോയി അവിടുത്തെ തിരക്കിലൊക്കെ നമ്മള് ജോലിയൊക്കെ നമ്മുടെ തിരക്കുകളിൽ ആയി കഴിഞ്ഞാലേ നമ്മൾ ഇതൊന്നും മറക്കത്തുള്ളൂ. അല്ലാത്ത ഭയങ്കര പാടാണ്. ഇനി എയർപോർട്ടിലൊക്കെ ഇരിക്കുമ്പോ സമയമൊക്കെ കളയാൻ വേണ്ടിട്ട് ഇവിടുന്ന് പാടുണ്ടല്ലോ. വെയിറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പം ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. തിരിച്ചു വരുമ്പോ എന്തൊക്കെയാ നമുക്ക് കഴിക്കണം, കുടിക്കണം, അങ്ങനെ ഇങ്ങനെ പല പ്ലാനുകളാ. തിരിച്ചു പോകുമ്പോ യാതൊരു പ്ലാനും ഇല്ല. അതിങ്ങനെ തിരിച്ചൊരൊറ്റ പോക്കും. എന്താ പൊന്നാ അവള് പോവാ, ഫിൻലാൻഡിൽ പോവാ. കുഞ്ഞിനാണെങ്കിൽ കുഞ്ഞിന് ഒരുപാട് അറ്റൻഷൻ കൊടുക്കണം. കാരണം അവൾ ഒറ്റപ്പെട്ട് പെട്ടെന്ന് പോവല്ലോ. കാരണം ഇത്രയും ദിവസം ഇങ്ങനെ കൈമാറി കൊഞ്ചിച്ച് ഒന്നും അറിയണ്ടായിരുന്നു. ഒരു കാര്യം അറിയണ്ടായിരുന്നു എനിക്ക്. എല്ലാ കാര്യങ്ങളും ഇപ്പം പനിയൊക്കെ ആയിട്ട് എന്റെ വീട്ടിൽ തന്നെ ആയിരുന്നു 2 ആഴ്ചയോളം. അപ്പൊ ആ സമയത്തൊക്കെ അമ്മ തന്നെ എല്ലാ കാര്യവും നോക്കി. അവിടെ ഞാനായിരുന്നു അവിടെ ബാത്റൂമിൽ പോകുന്ന കാര്യങ്ങൾക്കൊക്കെ അവളെ സഹായിക്കുന്നതെല്ലാം. പക്ഷെ ഇപ്രാവശ്യം അമ്മ എല്ലാം ചെയ്തു കൊടുത്തോണ്ട് എനിക്കൊന്നും അറിയണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും. ഇപ്പൊ ഇനി അവിടെ ഓരോ കാര്യങ്ങളും ഒന്നേന്നും പറഞ്ഞ് നമ്മൾ ഇനി ശ്രദ്ധിക്കണം. നമ്മളിപ്പോ ഇനി പോയി കഴിഞ്ഞാൽ 1 വർഷത്തേക്ക് തിരിച്ചു വരണം വരെ ഉത്തരവാദിത്വം തന്നെ അല്ലേ. ഇപ്പൊ ഫുഡ് കഴിച്ചോ, വെള്ളം കുടിച്ചോ, ചായ കുടിച്ചോ ഒന്നും അല്ല. ഇപ്പൊ നാട്ടിലുള്ള അറിയണ്ടായിരുന്നു. എല്ലാവരും സമയാസമയത്ത് കൃത്യമായിട്ട് അവര് തന്നെ കൊടുത്തോളൂ. നമുക്ക് നമ്മുടെ ഇഷ്ടം നമ്മുടെ കാര്യം നോക്കി ജീവിക്കായിരുന്നു. പക്ഷെ ഇനി അങ്ങനെ പറ്റത്തില്ല. ഇനി അവക്കൂട്ടന്ന് ഒരുപാട് അറ്റൻഷൻ കൊടുക്കണം. എന്തായാലും പോകാം അല്ലേ. നമ്മളിപ്പോ കരുവാറ്റ കഴിഞ്ഞല്ലേ. എവിടെയാണ്? TB ജംഗ്ഷൻ. പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, അടുത്ത പ്രാവശ്യം എല്ലാം സെറ്റ് ആവുമെന്ന് അറിയത്തില്ല. ഇപ്പൊ നമ്മള് തോട്ടപ്പള്ളി ആയിട്ടുണ്ട്. തോട്ടപ്പള്ളി ഇതാ ഇവിടെ പാലത്തിന്റെ പണിയൊക്കെ നടക്കുന്നത്. അന്ന് നമ്മളിങ്ങോട്ട് വന്നപ്പോ രാത്രിയിലായിരുന്നു, ഒന്നും കാണാൻ പറ്റിയില്ല. ഇത് കണ്ടില്ലേ. നമ്മളാണെങ്കിൽ കുറച്ച് ഡ്രോൺ ഷോട്ട് ഒക്കെ ഇവിടുത്തെ എടുക്കണമെന്നായിരുന്നു. പിന്നെ നമുക്ക് സമയവും കിട്ടിയില്ല. എന്തായാലും പല പ്ലാൻ വേണ്ടമായിരുന്നു. പക്ഷെ സമയം ഒരു ഭയങ്കരമായിട്ടുള്ള കാര്യം. വീട്ടിൽ തന്നെ പല കാര്യങ്ങൾക്ക് നമ്മൾ ബിസി ആയി പോകും. നാട്ടിലോട്ടൊക്കെ വന്നു കഴിയുമ്പോ നമുക്ക് നമ്മുടെ മാത്രം കാര്യമല്ലല്ലോ. വീട്ടുകാരുടെയും അച്ഛന്റെയും അമ്മയുടെയും പല കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പലതും നമുക്ക് മിസ്സായി പോകും. മനസ്സിലായില്ലേ? ആ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ. അച്ഛനും അമ്മയൊക്കെ വയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും അതെ, അങ്ങനെ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മിസ്സായി പോകും. എന്താ പറയുന്നത്, ഇപ്പൊ ഞങ്ങളുടെ മാത്രം കാര്യമല്ല, എല്ലാവർക്കും ഇങ്ങനൊക്കെ തന്നെ ആയിരിക്കും. കുട്ടനാണെങ്കിൽ ഉറങ്ങി. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തോണ്ട് എനിക്ക് ഭയങ്കര
അതെ അതെ, ശ്യാമ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് അളിയന് ഇവിടെ ഭയങ്കര പ്രശ്നം. ഞാൻ വിനോദിന്റെ കാറ് ഒരിക്കലും എടുക്കാത്തതിന്റെ ഒരേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനോദിന് അല്പം സൈക്കയാന്ന് തോന്നുന്നു. നമ്മളൊന്നും ചെയ്തില്ലായിരുന്നു, ജസ്റ്റ് ഒന്ന് കയറി ഇരുന്നാൽ മതി, അപ്പൊ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തെന്നും പറഞ്ഞു നമ്മളെ കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുവായിരുന്നു. അവിടെ നിന്ന് ഇച്ചിരി മാറിക്കഴിഞ്ഞാൽ നമുക്ക് എനിക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടി ഓടിക്കാൻ. അതെ, ഇങ്ങോട്ട് വന്നപ്പോ എന്നോട് പലരും ചോദിച്ചു ചേച്ചി ഡ്രൈവ് ചെയ്യത്തില്ലേ. ഒന്നാമത്തെ കാര്യം വിനോദിന്റെ കാർ എടുക്കാൻ നമുക്ക് ആർക്കും നോക്കത്തില്ല. കയറി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മളൊന്നും ചെയ്തില്ലേലും പറയും അത് അഡ്ജസ്റ്റ് ചെയ്തു, ഇത് അങ്ങോട്ടാക്കി, ഇത് ഇങ്ങോട്ടാക്കി, അങ്ങനാക്കി, ഇങ്ങനാക്കി, ഇതാന്നൊക്കെ പറഞ്ഞിട്ട് എത്ര ചെയ്താലും പിന്നെ ആ ഒരു ഇത് കിട്ടത്തില്ലെന്നാ പറയുന്നത്. നമുക്കാണെങ്കിൽ കുറച്ചിങ്ങനെ ചാരി ഫ്രീ ആയിട്ട് കൈയൊക്കെ നോർത്ത് വെച്ചിരിക്കണം. ഇവിടെ ശ്യാമൊക്കെ ഈ വണ്ടി ഓടിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ എയ്സ് ഓടിക്കുന്നവരാ. അവര് ഇതിന്റെ അകത്ത് കയറിയിരിക്കുന്നത്, അതായത് സ്റ്റിയറിംഗ് അവരുടെ വയറാണെന്ന് മുട്ടണം, അങ്ങനെ ഓടിക്കുന്നത്. അപ്പൊ അതിന്റെ പിന്നെ എനിക്കാണെങ്കിൽ നീളമില്ലല്ലോ, അപ്പൊ നമ്മള് കാലെത്താൻ വേണ്ടിട്ട് അതിന്റേതായ രീതിയിലൊക്കെ ഇരിക്കും. ഇപ്പൊ തന്നെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കും. അങ്ങ് എറണാകുളം വരെ ഇത് റെഡി ആയിക്കൊണ്ടിരിക്കും, കാറ് കൊടുക്കുന്ന വരെ സീറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കും. നമുക്കല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് സുഖം കിട്ടത്തില്ല. അതിനാണ് സൈക്കോ എന്ന് പറയുന്നത്. സൈക്കോ അങ്ങനെ വേണമെങ്കിൽ പറയാം, സൈക്കോ ആണെന്ന്. ചിലർക്ക് അങ്ങനെയാണ്. ഇപ്പൊ സമയം 2 മണിയായി. 10 മണിക്കല്ലേ ഫ്ലൈറ്റ്? 10 മണിക്ക്. 8 മണിയാകുമ്പോ അവിടെ എത്തിയാൽ മതി എയർപോർട്ടില്. നേരത്തെ പോകുന്ന നല്ലത് എപ്പോഴും. അതുകൊണ്ട് നമ്മള് നേരത്തെ റോഡെല്ലാം മോശമാണ്. പിന്നെ എവിടൊക്കെ റോഡ് പണി നടക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഡൈവേർഷൻ എന്നൊന്നും അറിയത്തില്ല. ബ്ലോക്ക് ഒക്കെ അങ്ങനെ ഒന്നും അറിയത്തില്ല. രണ്ടാമത്തത് മഴയും കാലാവസ്ഥയും ഭയങ്കര മഴയൊക്കെയാണ്. പിന്നെ കൊച്ചിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക്കാണ്. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഭയങ്കര ട്രാഫിക് ആയിരിക്കും. എനിക്ക് തോന്നുന്നത് ചേർത്തല ആരോര് വരുന്ന വലിയ കുഴപ്പമില്ലാതെ പോവാൻ. നമ്മള് ചേർത്തല കഴിഞ്ഞിട്ടുണ്ട്, നല്ല മഴ വരാൻ പോന്നെ. ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ ബ്ലോക്കുകളൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും നമ്മൾ വളരെ നേരത്തെയാണ് ചെല്ലാൻ പോകുന്നത് തോന്നുന്നത് അല്ലേ? മഴ വീണ് അല്ലേ? വലിയ മഴയാണെന്ന് തോന്നുന്നു. നല്ല മഴക്കാറൊക്കെ ഉണ്ട്. നല്ല മഴയാണ്, ഹെവി റെയിനാ. ഒന്നും കാണാൻ വയ്യ, ഭയങ്കര റിസ്ക് ആണ്. അതെവിടെയും ഒതുക്കിയാലോ പേടിയാവും, ഒന്നും കാണാൻ പറ്റില്ല. വൈപ്പറിന് പോലും ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥ. അപ്പം നമുക്ക് KFC കഴിച്ചിട്ട് പോവാം. പെട്ടെന്നാണ് ഒരു ആഗ്രഹം തോന്നിയത്. നമ്മൾ ഇൻഡോറിൽ വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ നമുക്ക് കഴിച്ചിട്ട് പോവാം. അതാ നമ്മുടെ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. വാവ്, KFC ഉണ്ടല്ലോ അവിടെ നമ്മുടെ അടുത്തൊന്നും കിട്ടത്തില്ല. അതെ, കുറെ ദൂരം പോണം KFC കഴിക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെ ഉണ്ടാ വെച്ചാ? സൂപ്പറാണോ? അങ്ങനെ KFC ഒക്കെ കഴിച്ചു. ഇനി ഞങ്ങള് വീണ്ടും യാത്ര തുടരാൻ പോവാണ്. മുട്ടായി ആര് തന്നെ? അത് ശ്യാമ് തന്നെ. അതിന് ഫിൻലാൻഡ് വരെ ഉണ്ടോ? ഫിൻലാൻഡ് ചെന്നിട്ട് തിന്നത്തുള്ളൂ അല്ലേ? ഇവിടെ കയറിയിട്ട് തന്നെ നമുക്ക് 2-3 പേര് നമ്മൾ പരിചയമുള്ളവരെ കണ്ടല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു? പക്ഷെ ഇൻഡോർ വെച്ച് കഴിച്ചത് ഇതിലും ടേസ്റ്റ് ആയിരുന്നു. അന്ന് നമ്മള് പെരി അങ്ങനെ എന്തൊക്കെയോ കഴിച്ചു. അതെ, ഇത് നമ്മള് കുറച്ച് നോർമൽ സാധനം കഴിച്ചത്. അപ്പൊ സമയം 6 മണിയായി. നമ്മളാണെന്നുണ്ടെങ്കിൽ ലുലുമാളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഏവക്കുട്ടനും അച്ഛയും കൂടെ അവിടെ ഒരു ഷോപ്പിൽ കയറി വെള്ളം കുടിക്കണമെന്ന് ഏവക്കുട്ടൻ പറഞ്ഞുകൊണ്ട് വെള്ളം കുടിക്കാൻ കയറിയതാണേ. എന്തൊരു തിരക്കാണ്. തിരക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എഴഞ്ഞെഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് കുഴഞ്ഞ്. നമ്മള് ബാഗൊക്കെ കൊടുക്കുകയാണല്ലേ. അപ്പം നമ്മുടെ ക്യാബിൻ ബാഗും കൂടെ അവര് ചെക്കിംഗ് ബാഗ് ആക്കാന്ന് പറഞ്ഞു. സന്തോഷം. എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോ ദാഹം കൊണ്ട് പോയി. എല്ലാരും ഭയങ്കര ദാഹം. ഒരാളാണെ കൂൾ ഡ്രിങ്ക്സ് വാങ്ങിച്ചു കുടിക്കുന്നു, വെള്ളം വാങ്ങിച്ചു കുടിക്കുന്നു, വാങ്ങിച്ചു കുടിക്കുന്നു. തന്നെത്താനാ പൊട്ടിച്ചൊക്കെ ഷുഗറൊക്കെ ഇടുന്നത്. അപ്പൊ എയർപോർട്ടിൽ വെച്ച് നമ്മുടെ ഫാമിലിയിലെ ഒരുപാട് മെമ്പേഴ്സ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യുന്നൊരു ഫ്രണ്ട്സും ഒക്കെയാണ്. അവർ ഒരുമിച്ചാണെന്നുണ്ടെങ്കിൽ മണാലിയിലോ മറ്റോ വെക്കേഷനായിട്ട് പോവാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരെയൊക്കെ കണ്ട് നമ്മൾ എല്ലാവരോടും ഇപ്പൊ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് പിരിഞ്ഞത്. ഓക്കെ, അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ബോർഡിങ് തുടങ്ങാൻ പോവാണ് അല്ലേ. ഒരുപാട് പരിചയക്കാരെ കണ്ടു, ഒത്തിരി പേര് വന്ന് സംസാരിച്ചു. ഏവക്കുട്ടൻ ഇവിടെ കിടന്ന് ഭയങ്കര ബഹളമാണ്. അപ്പം ഏവക്കുട്ടനെ കണ്ടുകൊണ്ട് എല്ലാവരും ഓടി വരും. ഏവക്കുട്ടൻ ഇരുന്നിരുന്ന് ക്ഷമയില്ല. ഇനി അവിടെ ചെന്ന് ബോംബെയിലും അവിടെ എവിടെയൊക്കെ ചെന്ന് ഒത്തിരി നേരം വെയിറ്റ് ചെയ്യണ്ടേ? 5 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ഏവക്കുട്ടൻ എന്ത് ചെയ്യണം, ഉറങ്ങുമായിരിക്കും അപ്പോഴത്തേക്ക്. അങ്ങനെ കുറേ നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം നമ്മൾ മുംബൈയിലോട്ടുള്ള ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്.
ഏവക്കുട്ടനും അച്ഛയ്ക്കും അപ്പുറത്തെ സൈഡിലും എനിക്ക് ഇപ്പുറത്തെ സൈഡിലും ആയിരുന്നു സീറ്റ്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് കൊച്ചിയുടെ മുകളിലേക്ക് പറന്നുയർന്നിട്ടുണ്ട്. പകലുള്ള ആ ഒരു കാഴ്ച ഉണ്ടല്ലോ, അത് കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ സങ്കടം വരുന്നത്. ഇപ്പൊ രാത്രി ആയതുകൊണ്ട് ഈ ലൈറ്റ്സും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. എങ്കിലും താഴേക്ക് നോക്കി നമ്മുടെ നാടിനോടുള്ളൊരു യാത്ര പറച്ചിൽ അതൊരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. ഇനിയും വരാമെന്ന് നമ്മളോട് തന്നെ പറഞ്ഞ് സീറ്റിലേക്ക് ചാരി കിടന്ന് കണ്ണടച്ചുറങ്ങി. നമുക്കുള്ള സാൻഡ്വിച്ചും ജ്യൂസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ നല്ല ഉറക്കമായിരുന്നു. അപ്പൊ വിനോദ് അതെല്ലാം വാങ്ങി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഉറങ്ങി എണീറ്റപ്പോഴത്തേക്ക് ദാ നമ്മൾ മുംബൈയിൽ എത്തിയിട്ടുണ്ട്. എന്തൊരു ഭംഗിയാണല്ലേ മുംബൈയുടെ രാത്രി കാഴ്ച. സമയം രാത്രി 12:15 ആയിട്ടുണ്ട്. അതായത് പിറ്റേ ദിവസമായിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് മുംബൈയിലേക്ക് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുംബൈയിൽ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 5 മണിക്കൂറാണ് നമുക്ക് വെയിറ്റിംഗ് ഉള്ളത്. അപ്പം ഏവക്കുട്ടൻ എന്താ ഫ്ലൈറ്റിൽ ഇരുന്ന് ഉറങ്ങുമായിരുന്നു. പിന്നെ അത് എടുത്തുകൊണ്ട് വന്നപ്പോഴും തോളെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ മുംബൈയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഏവക്കുട്ടനാണെങ്കിൽ ഉറക്കമായിരുന്നു. ഇപ്പം എണീറ്റതാ. ഇനി നമുക്ക് ട്രാൻസ്ഫറിൽ പോകണം. ഇവിടാണോ അപ്പുറത്താണോ? അപ്പുറത്താണോ? അങ്ങോട്ട് മുംബൈയിലെത്തി. നമ്മുടെ സെക്യൂരിറ്റി ചെക്കിങ്ങും ഇമിഗ്രേഷനും എല്ലാം കഴിഞ്ഞു. സ്വസ്ഥമായിട്ടിരിക്കുന്നു. ഏവക്കൂട്ടം എന്താ കസേരയിൽ കിടന്നാണ് ഉറങ്ങുന്നത്. ചുരുണ്ട് കൂടി കിടന്നുറങ്ങുന്നു. ചേട്ടൻ ചില്ല് ചെയ്ത് ദോശയൊക്കെ വാങ്ങിച്ചു കഴിച്ച് കുടിച്ചോണ്ടൊക്കെ ഇരിക്കുന്നു. മദസല. അപ്പൊ ഇനി നമ്മള് മുംബൈയിൽ നിന്ന് നേരെ ഇസ്താംബൂളിലേക്ക് പോവാണ്. ഏവക്കൂട്ടൻ ഉള്ളതുകൊണ്ട് നമുക്ക് പ്രയോറിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങ് കയറാൻ പറ്റി. ടർക്കിഷ് എയർലൈൻസിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. ഇനി നേരെ ഇസ്താംബൂളിലേക്ക്. ഫോട്ടോ ഇപ്പോഴേ ഇടുന്നു. ക്ഷീണമുണ്ട്. നമ്മൾ നല്ലോണം ഉറങ്ങിയില്ലല്ലോ. ഏവക്കൂട്ടൻ കുറച്ചൊക്കെ ഉറങ്ങി. നമ്മൾ അങ്ങോട്ട് ഉറങ്ങിയിട്ടില്ല. അപ്പം നേരം വെളുപ്പായി. എത്ര മണിയായി? പെട്ടെന്ന് ഇങ്ങ് തുടങ്ങി അല്ലേ? ഒരു രാത്രി ഇരുട്ടി വെളുത്തു. ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. എത്ര മണിക്ക്? 1 മണിക്ക് അല്ലേ? അല്ല 12 മണിക്ക്. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിക്ക് നേരം വെളുത്തു. ഇനി നാളെ നേരം വെളുത്താലേ വീട്ടിൽ ചെല്ലത്തുള്ളൂ. ഇസ്താംബുളിൽ നിന്ന് ഏകദേശം ഒരു 3 മണിക്കൂർ വെയിറ്റിംഗ് ടൈം ഉണ്ട്. അത് കഴിഞ്ഞാൽ നേരെ ഹെൽസിങ്കി അല്ലേ? അതെ. പിന്നെ അവിടെ നിന്ന് 6 മണിക്കൂറും അവിടെ ഡ്രൈവ് ചെയ്യണം. അവിടെ വീട്ടിലോട്ടത്തെ ഓർക്കാൻ കൂടി കഴിയും. ഡ്രൈവിംഗ് നാളെ രാവിലെ ആവും വീട്ടിൽ ചെല്ലുമ്പോൾ. അങ്ങനെ എന്തായാലും നമ്മുടെ വിമാനം ഇന്ത്യയിൽ നിന്ന് പറന്നു ഉയർന്നിരിക്കുകയാണ്. ഇനി നേരെ ഇസ്താംബൂളിലേക്ക്. എന്താ ഫ്ലൈറ്റ് എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ചപ്പാത്തി, ഒരു വെജിറ്റബിൾ കറിയും പിന്നെ ഒരു കട്ട്ലേറ്റ് പോലെ എന്തൊക്കെയോ സംഭവങ്ങളും ബ്രെഡും ബട്ടറും ഒക്കെയാണ് കഴിക്കാൻ. കൊള്ളാമോ ഫുഡ്? ഇങ്ങോട്ട് വന്നപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു. ഇതിൽ നോൺ വെജും കാര്യങ്ങളും ഡ്രിങ്ക്സും ഒന്നും നമുക്കൊന്നും കിട്ടത്തില്ലായിരുന്നു ഇത്രയും ലോങ് ഫ്ലൈറ്റ് ആയിട്ടും. പക്ഷേ ഹെൽസിംഗിൽ നമ്മൾ ഇസ്താംബൂളിലേക്ക് വന്നതിൽ നല്ല ഫുഡും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ നമുക്ക് നോക്കാം അതിൽ ഇനി എങ്ങനെ ഉണ്ടാവുമെന്ന്. ഏവക്കുട്ടനാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചപ്പാത്തിയൊക്കെ ഇച്ചിരിയൊക്കെ കഴിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അവൾക്ക് കഴിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അവൾ കുറച്ച് എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തിയിട്ടതാ. പിന്നെ ഇപ്പോൾ കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതും കണ്ടുകൊണ്ടിരിക്കാൻ പോവാണ്. നമ്മളാണെന്നുണ്ടെങ്കിൽ രാത്രിയിലൊന്നും നല്ലതായിട്ട് ഉറങ്ങിയിട്ടില്ലല്ലോ. ഏവക്കുട്ടൻ വരുന്ന വഴിക്ക് എല്ലാം ഉറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ പകൽ അവൾ ഉറങ്ങത്തുമില്ല. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കും. മുംബൈയിൽ നിന്ന് നമ്മുടെ ഫ്ലൈറ്റ് എടുത്തത് രാവിലെ 8 മണിക്കാണ്. ലോങ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ വിൻഡോ ഒക്കെ ക്ലോസ് ചെയ്ത് ലൈറ്റ് ഒക്കെ ഓഫ് ആണ്. എല്ലാവരും നല്ല ഉറക്കമാണ്. അപ്പൊ ഏവക്കുട്ടൻ ഇത് കാണുന്ന സമയത്ത് നമുക്കും ഒന്ന് ഉറങ്ങി എണീക്കാം. മാടത്തല്ലേ? ഉറങ്ങി 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 വേറെ ഒന്നും ചെയ്യാനില്ല. നേവ ഉറങ്ങിയില്ലല്ലേ? പിന്നെ ആയിരത്തി ഉറങ്ങി, അച്ഛൻ ഉറങ്ങി, നേവ ഉറങ്ങിയില്ല. അങ്ങനെ 6.5 മണിക്കൂറത്തെ നീണ്ട ഒരു യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പോൾ ഇസ്താംബൂളിൽ ഇറങ്ങാൻ പോവാണ്. അങ്ങനെ നമ്മൾ ഇസ്താംബൂളിൽ ലാൻഡ് ചെയ്തു. ഏവക്കൂട്ടനാണെന്നുണ്ടെങ്കിൽ ഇതേലും അതേലും ഒക്കെ ഞെക്കി ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ നോക്കിയേ, അവളെ കണ്ടിട്ട് നാട്ടിൽ നിന്ന് വന്ന എന്തേലും വിഷമം തോന്നുന്നുണ്ടോ? പുള്ളിക്കാർത്തിക്കൊന്നും ഒരു വിഷയമേ അല്ല. അവൾ എവിടെയാണേലും ഫുൾ എൻജോയ്മെന്റ് മൂഡിലാണ്. അവിടെ ഇവിടെയൊക്കെ പിടിച്ച് ഞെക്കി ഓരോന്നൊക്കെ ഞെക്കിയിട്ട് പറയുകയാണ് അവൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോവാണെന്നാണ് പറയുന്നത്. ഏവയാണ് ഇപ്പോൾ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റേ CID മൂസയ്ക്കകത്ത് നമ്മുടെ സലിംകുമാറായിട്ട് ഫ്ലൈറ്റ് എടുത്തുകൊണ്ട് പോകത്തില്ലേ, അതുപോലെ. അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരും പിടിച്ചിരിക്കുകയാണ്. ഏവക്കുട്ടൻ ഇപ്പം നമ്മുടെ ഫ്ലൈറ്റ് താഴോട്ട് ഇറക്കും. ഓക്കെയോ? അങ്ങനെ എന്താ സേഫായി നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ പ്രൈവറ്റ് ജെറ്റോ ഫ്ലൈറ്റോ ഒക്കെ ഓടിക്കാൻ ആളെ വേണമെങ്കിൽ ഞങ്ങളുടെ ഏവക്കുട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. ഇതാണ് നമ്മൾ വന്ന ഫ്ലൈറ്റ്. നമ്മളിപ്പോൾ ഇസ്താംബൂളിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അതല്ല വന്നത്. ഇനി നമ്മൾ ഹെൽസിങ്കിയിലോട്ട് പോകും. ഇസ്താംബൂളിൽ എത്തിയിട്ട് കാര്യങ്ങളെല്ലാം ചടപടേന്നായിരുന്നേ.
ഒരു പാടുമില്ല. എന്നാ ഒരു ബാഗിൽ നിന്ന് ഒന്നും എടുപ്പിച്ചില്ല. ആ എന്നിട്ട് പടപടയുന്ന കാര്യങ്ങൾ കഴിഞ്ഞു. ഒരു ഡിസ്റ്റർബൻസും ഇല്ല. എല്ലാം ചുമ്മാ എടുത്ത് വെളിയിലിട്ട് നമ്മുടെ മരുന്നും എല്ലാം പൊട്ടിപ്പോയി കുഞ്ഞിന്റെ അല്ലേ. ഇവിടെ ഒന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പൊ ഏവക്കുട്ടന് വിശക്കുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഒരു സാൻഡ്വിച്ച് കഴിച്ചല്ലേ, പിന്നെ ഒരു ഫ്രഷ് ജ്യൂസ് ഓർഡർ ചെയ്തേകൊണ്ട് അല്ലേ. നമ്മളിപ്പോ ഇസ്താംബുൾ എയർപോർട്ടിലാണ്. കഴിക്കും, സാൻഡ്വിച്ച് കഴിക്കും. എന്താ ചേച്ചേ കച്ചവടമുണ്ടോ? അപ്പം നമ്മളിനി നമ്മുടെ ഗേറ്റ് നമ്പർ D2 ആണ്, അവിടോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ നമ്മുടെ ഗേറ്റിൽ വന്നിരിക്കുവാണ്. D2 ആണ് ഗേറ്റ്. ഏവക്കുട്ടൻ്റെ വാച്ചൊക്കെ ഇടുന്നു, ജ്യൂസൊക്കെ ആക്കി ഉടുപ്പയിലൊക്കെ. അപ്പോൾ കണ്ടോ മഞ്ഞ കളറായി. അതേല് ഇനി അത് പോവാ എന്തോ പോവായിരിക്കും അല്ലേ. ഓറഞ്ചിൻ്റെ ജ്യൂസോ ഫ്രഷ് ജ്യൂസ് അല്ലേ, കളറൊന്നും അല്ലല്ലോ. അറിയത്തില്ല, എന്തായാലും കഴുകി നോക്കാം വീട്ടിൽ കൊണ്ടുവരും. നല്ലോണം ചേരുന്നുണ്ട്. സുന്ദരി, കൊച്ചു സുന്ദരിയാ. ബ്യൂട്ടിഫുൾ ഗേൾ ആണെന്ന് എല്ലാവരും പറയുന്നത്. ഓക്കെ, അടിപൊളി. ആപ്പിൾ വാച്ചാണോ? ആപ്പിൾ വാച്ച് ആയിരത്തിയുടെ അത്ര കേട്ടോ. ഭയങ്കര എക്സ്പെൻസീവ്. അതെ കണ്ടോ സെയിമാ. അതെ ഇതേ നോക്ക് കണ്ടോ, കുഞ്ഞ് പെയർ ചെയ്യുക. ആയിരത്തിയുടെ അത്ര. ആയിരത്തിയുടെ ചാർജൊക്കെ തീർന്നു, കൊള്ളത്തില്ല. ചാർജൊക്കെ തീർന്നു. കുഞ്ഞിന്റെ നല്ലയാ. ആയിരത്തിയുടെ കൊള്ളാം, കുഞ്ഞിന്റെയും കൊള്ളാം. പുടിങ്ങി തുടങ്ങിയിട്ടുണ്ടല്ലേ. നമുക്ക് പോയാലോ? ഏവക്കൂട്ടനുള്ളതുകൊണ്ട് നമുക്ക് കയറി അങ്ങ് പോവാം. ക്യൂ ഒന്നും നിൽക്കാൻ. ഏവക്കൂട്ടൻ എന്നും കുഞ്ഞായിട്ടിരുന്നാ മതി അല്ലേ. ക്യൂ നിൽക്കണ്ട. ക്യൂ നിൽക്കുന്നവരൊക്കെ ആൾക്കാരുടെ നോട്ടമുണ്ട്, പക്ഷെ അവർക്കൊന്നും പറയാനും പറ്റത്തില്ല. കുട്ടികൾക്ക് പ്രയോറിറ്റി ഉണ്ട്. അതെ, കുഞ്ഞുങ്ങളെ നമുക്ക് ഒരുപാട് നേരം എടുത്തോണ്ട് നിൽക്കാൻ ഒക്കത്തില്ല. ഇവര് പ്രശ്നം ഉണ്ടാക്കുകയും. വീട്ടിൽ എൻ്റെ അങ്ങനെ കയറി അല്ലേ. പിന്നെ കുഞ്ഞ് ഹെൽസിങ്കി പോവാം. അപ്പം നമ്മൾ ഇസ്താംബുളിൽ 12 മണിയായപ്പോൾ വന്നതാണ്. 3 മണിയായപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട്. ഏവക്കുട്ടൻ ചെറുതായിട്ട് ഉറങ്ങാനും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഫ്ലൈറ്റ് എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ഫുഡ് വീണ്ടും വന്നിട്ടുണ്ട്. ഇതിൽ ചിക്കനും റൈസും ആണ്. നല്ല ഫുഡാണ്. അപ്പോൾ ഏവക്കൂട്ടം കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുഡ് വന്നപ്പോൾ നമ്മൾ അവളെ ഉണർത്തിയിട്ടുണ്ട്. ഉറക്കപ്പിച്ചിലാണെങ്കിൽ അവൾക്ക് റൈസും ചിക്കനും ഒന്നും വേണ്ടെന്ന് തോന്നി. ഇപ്പോൾ ബ്രെഡും ബട്ടറും ആണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രെഡെങ്കിൽ ബ്രെഡ്. നമ്മൾ പിന്നെ കൂടുതലൊന്നും നിർബന്ധിക്കാൻ പോയില്ല. അവൾ എന്തെങ്കിലും കഴിച്ചാൽ മതി എന്നായി. പിന്നെ അത് ജ്യൂസൊക്കെ എടുത്ത് കുറച്ച് കുടിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെന്തായാലും ഫുഡെല്ലാം നല്ല രീതിയിൽ കഴിച്ചു. നല്ല റൈസായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ വെജിറ്റബിൾസും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഫുഡും കാര്യങ്ങളും ഒക്കെ കഴിച്ചു. ഏവക്കുട്ടൻ ടിഷ്യൂ പേപ്പറൊക്കെ എടുത്ത് സ്വന്തമായിട്ട് കൈയും മുഖമൊക്കെ തുടച്ച് ഗുഡ് ഗേൾ ആണ് ഏവ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ചു നേരം വീണ്ടും കിടന്ന് ഉറങ്ങി കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് നമ്മൾ തിരികെ ഫിൻലൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഹെൽസിങ്കിയിൽ ലാൻഡ് ചെയ്യാൻ പോവാണ്. സമ്മറിലെ ആ ഒരു പച്ചപ്പും കാര്യങ്ങളും ഒക്കെ മങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഓട്ടം സീസൺ തുടങ്ങുകയാണ്. എല്ലായിടവും ഒരുമാതിരി നരച്ച് ശോകം മുഖമായിട്ട് ഇരിക്കുന്ന പോലെ തോന്നുന്നു. അങ്ങനെ നമ്മുടെ വിമാനം റൺവേയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും വലിയൊരു യാത്രയ്ക്ക് ശേഷം നമ്മൾ ഫിൻലൻഡിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഏവക്കുട്ടന്റെ മുഖത്തെ സന്തോഷം കണ്ടോ, ഭയങ്കര ചിരിയും കളിയൊക്കെയാണ് ആള്. അവർക്ക് വിമാനയാത്ര എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി നമുക്ക് കാറിൽ ഒരു 6-6.5 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ട് വേണം നമ്മുടെ വീട്ടിലേക്ക് എത്താനായിട്ട്. അതും ഒരു വലിയ ടാസ്ക് തന്നെയാണ്. കാരണം നൈറ്റ് ഡ്രൈവ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഉറക്കമൊക്കെ വരാൻ സാധ്യതയുണ്ട്. വൈകുന്നേരം 6:30 നമ്മൾ ഹെൽസിങ്കിയിൽ എത്തിയപ്പോൾ തന്നെ നമുക്ക് പണി കിട്ടി. നമ്മുടെ ഒരു പെട്ടി മിസ്സിംഗ് ആണ്. അതെ, നമ്മൾ ഹെൽസിങ്കി എയർപോർട്ടിൽ വന്നിറങ്ങി നമ്മുടെ ബാഗേജൊക്കെ കളക്ട് ചെയ്തു. ഒരു ബാഗ് നമുക്ക് മിസ്സിംഗ് ആണ്. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് വീട്ടിൽ കിട്ടുമെന്നാണ് അവർ പറയുന്നത് അല്ലേ കൂട്ടാ. ഒരു ബാഗ് നമ്മുടെ പോയി, കെൽത്തേന ബാഗ് അല്ലേ. ബാക്കി ബാഗൊക്കെ അച്ഛൻ പുറകെ വെച്ചിട്ടുണ്ട്. ഇതൊരെണ്ണം പൊട്ടി, ഒന്നും പറയണ്ട. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കാർ പാർക്ക് ചെയ്തിടത്തേക്ക് പോകാം. അവിടെ ചെന്നിട്ട് നമ്മുടെ കാർ എടുത്തിട്ട് വേണം പോകാൻ. അപ്പോൾ അതേ നമ്മുടെ കാർ ഇവിടെ അടിപൊളിയായിട്ട് കിടപ്പുണ്ട്. നമ്മുടെ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഒരു ബാഗ് പോയി. 6:30 നമ്മൾ ഹെൽസിങ്കിയിൽ എത്തിയിരുന്നെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി പിന്നെ നമ്മുടെ ബാഗിന്റെ പുറകെയൊക്കെ പോയത് കാരണം നമുക്കിപ്പോൾ സമയം 9 മണി ആയിട്ടുണ്ട് രാത്രിയിൽ. അപ്പോൾ നമ്മളിവിടെ വന്ന് കാർ എടുത്തു, നമ്മുടെ ലഗേജ് എല്ലാം കയറ്റി, പിന്നെ ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്തു. ഇപ്പം കോഫി എടുക്കുകയാണ്. അതുകൂടെ എടുത്തോണ്ട് നമുക്ക് പോവാം അല്ലേ, കോഫിയും കുടിച്ചോണ്ട്. അപ്പം നമ്മുടെ കാറിൽ കയറിയിട്ടുണ്ട്. ഇനിയാണ് പണി കുറച്ച് നേരത്തേക്ക് കൺഫ്യൂഷൻ. എല്ലാം മറന്നു പോകും. ഇനി നമുക്ക്
ഏകദേശം ഒരു 6-7 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ഇവിടുന്ന്. ഏവക്കുട്ടനാണെ ഉറങ്ങാൻ തുടങ്ങി. ഇപ്പൊ സമയം രാത്രി 9 മണി. നമ്മളിനി എപ്പോ വീട്ടിൽ ചെല്ലുമെന്ന് നമുക്ക് നോക്കാം അല്ലേ. 120 അങ്ങ് പോവാണ് പറപ്പിച്ച്. നാട്ടിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പം വിനോദന അതെ ഇവിടെ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. നേരെ അങ്ങ് നൂർത്ത് വിടുക. 9 ഡിഗ്രി ആണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. തണുക്കുമെന്നാ? അത്ര തണുപ്പില്ല, ചെറിയൊരു തണുപ്പ്, ഒരു സുഖമുള്ള തണുപ്പ്. അതെ വന്നിട്ടുണ്ട്. ബാഗിന്റെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ വിഷമമായി പോയത്. ആദ്യമായിട്ട് സംഭവം ഇങ്ങനെ. അത് നമ്മുടെ ഹാൻഡ് ബാഗ് ആയിരുന്നു. അവര് നമ്മളോട് പറഞ്ഞ് ചെക്കിംഗ് ബാഗ് ആയിട്ട് അയക്കാന്ന് പറഞ്ഞിട്ട് എളുപ്പമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, അത് കിട്ടിയില്ല. ഇനി അതിനു വേണ്ടി ഇനി ചടങ്ങാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ചെക്കിംഗ് ബാഗ് ആയിട്ട് അയച്ചു കഴിഞ്ഞാല് സെക്യൂരിറ്റി ചെക്കിങ്ങിലെല്ലാം ഇത് എടുക്കുകയും തുറക്കുകയും പിടിക്കുകയൊന്നും വേണ്ട. എടുത്തോണ്ട് നടക്കണം, ഏവേ പിടിക്കണം. എന്തായാലും ഇനി അത് വരട്ടെ. ഇനി കുറച്ച് ദിവസം എടുക്കുമെന്ന് തോന്നുന്നു വരാൻ. അപ്പൊ വിനോദാണെങ്കിൽ ഇത് അവിടെ പോയി ഒരു കോഫിയും കൂടെ വാങ്ങിക്കാൻ പോയതാണ്. ഫോഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടവും ഇങ്ങനെ ഒന്നും കാണാൻ പോലും പറ്റുന്നില്ല. റോഡിലെ ബോർഡുകളാകട്ടെ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് ഭയങ്കരമായിട്ട് ഫോഗ് ഇങ്ങനെ നിറയും. പിന്നെ അതാ നമ്മൾ ഡീസൽ കുറവായിരുന്നു, അപ്പൊ അതും ഫുൾ ടാങ്ക് അടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ യാത്ര വീണ്ടും തുടരുകയാണ്. നല്ല ഉറക്കം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചുറ്റുമാണെന്നുണ്ടെങ്കിൽ നല്ല കാടും സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളും ഒന്നുമില്ല. കുറെ നേരം നമ്മൾ ഇവിടെ പാർക്കിങ്ങിൽ വന്ന് കിടന്നു. കാടാണ് ഫുള്ള്. എന്തൊരു ഇരുട്ടാന്ന് നോക്കിയേ. സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, ഒന്നുമില്ല. കുറ്റാക്കൂട്ടി ഇരുട്ട്. കുറച്ചു നേരം കിടന്നു. ഇനി നമ്മള് പോവാണ്. ഇത്തിരി നേരം ഇരുന്ന് കഴിഞ്ഞാല് നമ്മൾ ഒരുപാട് താമസിക്കും. ചെറിയൊരു ക്ഷീണം തോന്നുമ്പോ നിർത്തി അങ്ങ് പോന്നെ. അതെ, കാരണം നമുക്ക് അത്രയ്ക്ക് ക്ഷീണം ഉണ്ടല്ലോ. നമ്മള് ഇപ്പൊ 2 ദിവസം ആയില്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. ഞാൻ ഇറങ്ങിയതാ. ഞാൻ ഉച്ചയായപ്പോ ഇറങ്ങിയതാ. അവിടുന്ന് കൊച്ചി വരെ ഡ്രൈവ് ചെയ്ത് പിന്നെ ഈ ഉള്ള ഫ്ലൈറ്റ് എല്ലാം കയറി ഇവിടെ എത്തി. ഇവിടുന്ന് ഇനി വീട് വരെ പോണം. ഇനിയും പോണം 10-15 കിലോമീറ്റർ. അതെ, 3.5 മണിക്കൂർ ഇനിയുണ്ട്. അപ്പൊ നമ്മളെ നിർത്തി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മൈൻഡ് എല്ലാം ഫ്രഷ് ആകും. വീണ്ടും പോവും. ചെറിയ ഉറക്കമൊക്കെ മാറി കിട്ടും. അപ്പൊ പിന്നെ നമ്മൾ കുറെ ഡ്രൈവ് ചെയ്യും. പിന്നെ ക്ഷീണം വരുമ്പോ നിർത്തും. ഞങ്ങൾ 2 പേരും ഉറങ്ങത്തില്ല. 2 പേരും വർത്താനമൊക്കെ പറഞ്ഞിരിക്കും. അപ്പൊ വിനോദനാണെന്നുണ്ടെങ്കിൽ ഉറക്കം വരാൻ തുടങ്ങി. ചാരി ഇപ്പൊ വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ ഓടിച്ച് കുഴഞ്ഞ് എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി. ഞാൻ ക്ഷീണിച്ചിട്ട് അപ്പൊ പിന്നെ ശാരി പറഞ്ഞ് ശാരി ഓടിക്കാന്ന്. അപ്പൊ അതാകുമ്പോ 2 പേരുടെ ഉറക്കം പോയി കിട്ടുമല്ലോ. നമുക്കിവിടെ നല്ല ഉറക്കമാണ്. ഒരു പ്രശ്നമില്ല. ആരോടിച്ചാലും ഒരു കുഴപ്പമില്ല. ശാരിയാണെങ്കിൽ നോർത്ത് വിടുക. നമ്മുടെ നാട്ടിലേക്ക് പോലല്ല, ഇവിടെ ഡ്രൈവിംഗ് വളരെ ഈസിയാണ്. നല്ല റോഡും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷെ ഞാൻ എപ്പോഴും ഡ്രൈവ് ചെയ്യാറില്ല. എനിക്ക് യാത്ര ചെയ്യുമ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കാനും പിന്നെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുക്കുമല്ലോ, അതൊക്കെ ചെയ്തിരിക്കാനാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ അത്യാവശ്യ ഘട്ടങ്ങൾ ഇതുപോലെ ഡ്രൈവ് ചെയ്യുമെന്ന് മാത്രം. അങ്ങോട്ട് പോകുന്ന വീഡിയോയിൽ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി എന്താ ഡ്രൈവ് ചെയ്യാത്തതെന്ന്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞതാണ്. റോഡിലൊക്കെ നല്ല ഫോഗായിരുന്നു. ഏകദേശം 1.5 മണിക്കൂർ ഓടിച്ചപ്പോൾ തന്നെ എനിക്കും അടുത്തു. അപ്പൊ ഇനി വീണ്ടും വിനോദം തന്നെ ഓടിക്കും. അങ്ങനെ നമ്മള് വീട്ടിലെത്തിയിരിക്കുകയാണ് അല്ലേ. 2 ദിവസത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. വെളുപ്പിന് 5 മണിയായി. ഇന്നലെ 9 മണിയായപ്പോൾ തുടങ്ങിയ ഡ്രൈവിംഗ് ആണ് നമ്മള്. 5 മണിയായി കൃത്യം. ഇനി ഒന്ന് കിടന്ന് ഉറങ്ങണം. അയ്യോ, ഒന്നും പോയിട്ടില്ല. നമുക്ക് നോക്കാം, രാവിലെ കാണാം കാഴ്ചകളൊക്കെ. എന്തായാലും എന്താ നമ്മുടെ ലോങ് ജേർണി കഴിഞ്ഞു, വെക്കേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരികെ ഫിൻലൻഡിൽ എത്തിയിട്ടുണ്ട് അല്ലേ അച്ഛേ? അടിപൊളിയായിരുന്നോ യാത്രയൊക്കെ? ഇത്ര ബോറിങ് യാത്ര അല്ലേ? ഭയങ്കര കൊണ്ടുവന്ന് ഉറക്കമായിരുന്നു. അപ്പൊ നമ്മുടെ പെട്ടി പൊട്ടിക്കലും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ? ഫിൻലാൻഡിലെത്തി. ഇതേ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഒരാള് പറയുന്നു ഫിൻലാൻഡിലെത്തിയെന്ന് അല്ലേ കൂട്ടാ? അയ്യോ ലൈറ്റ് ഇട്ടേ. അയ്യോ ലൈറ്റ് ഇട്ടേ. ഫിൻലാൻഡിൽ എത്തി. കുഞ്ഞിനെ അറിയാണ്ടാ ഫിൻലാൻഡിലെത്തി. എന്താ പൊന്നിങ്ങി എത്തിയേ. അപ്പൊ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ. വിനോദ ദേഹത്ത് കയറി
ഡോറൊക്കെ തുറന്നു, ലൈറ്റൊക്കെ ഇട്ടു. അങ്ങനെ അതെ നമ്മള് വീട്ടിലെത്തിയിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട് വെളിയിൽ. 1 ഡിഗ്രി ആണ് വെളിയിൽ ഇപ്പൊ തണുപ്പ്.